ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ലഞ്ചാണ്. അപ്പോൾ നല്ല കിഡിലൻ ബീഫ് റോസ്റ്റും എളുപ്പത്തിൽ വയ്ക്കുന്ന ഒരു മോരുകറിയാണ് കേട്ടോ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 4 പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കണം. അത് ഒരുപാട് അരച്ചിടണ്ട, ചതച്ചിട്ട് കൊടുത്താൽ മതി. എന്നാലാണ് ബീഫ് റോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കണം. പോരാതെ ഇതിനകത്തേക്ക് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ബീഫ് മസാല വേണമെങ്കിൽ അതിടാം, ഗരം മസാല വേണമെങ്കിൽ അതിടാം. അപ്പം ഞാൻ ബീഫ് മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ ഒരു 3 വിസിൽ അല്ലെങ്കിൽ ഒരു 2 വിസിൽ അടിക്കാം. അപ്പോൾ ഇത് അവിടെ നിന്ന് അടിക്കട്ടെ. നമുക്ക് അപ്പോഴേക്കും മോരുണ്ടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം, ഉലുവ ഇടാം. ഇതിൻ്റെ റെസിപ്പി ഇപ്പോൾ പറഞ്ഞിടേണ്ട ആവശ്യമില്ല, ഞാനിപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ ഇടുന്നു എന്നുള്ളത് ഉള്ളൂ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, പച്ചമുളക്, സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മൊരിയണ വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. കാരണം ചൂടിലേക്ക് തൈര് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഓഫ് ചെയ്ത് വയ്ക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് നന്നായിട്ട് അടിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് ലൂസാക്കും. ഒരുപാട് ലൂസാക്കേണ്ട, കുറച്ച് ലൂസാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള മോര് കറിയാണ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് റെഡി, നമ്മുടെ മോര് കറി റെഡി. ഇനി ഇതിനകത്തേക്ക് ഇടാനുള്ളത് ബീഫ് റോസ്റ്റ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൽ നിന്ന് ഊറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ബീഫ് വെന്ത വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഊറ്റിയെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഇച്ചിരി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം, ആ ബീഫിലുള്ള വെള്ളം ഉണ്ടല്ലോ, അതെല്ലാം വറ്റട്ടെ. വറ്റി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് പാടെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട. കാരണം വെള്ളം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നിന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് മുരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ട് പലതവണയായിട്ട് തുറന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് അത്യാവശ്യം മുരിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചുകൂടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ബീഫ് മസാല കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ചല്ലേ ഇട്ടുള്ളൂ, അപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റാണ് നമ്മളിതിനകത്തേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരുപാട് നേരം ഇട്ട് മൊരിക്കണ്ട, നന്നായിട്ട് മൊരിഞ്ഞിട്ട് മാത്രം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഒരുപാട് നേരത്തെ പരിപാടി ഒന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതാ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് പറിച്ച് 2-3 കറിവേപ്പില ഇതിന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ച്. എന്താ നോക്ക്, ഇത് ഞാൻ ബീഫ് വെന്തിട്ടുള്ള ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചാറാക്കിയതാണ് കേട്ടോ. അതുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, പോരാതെ നമ്മൾ ഉണ്ടാക്കി വെച്ച നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയുണ്ട്. അപ്പം ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച്. പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര കോമ്പിനേഷനാണ് ഈ ബീഫും മോരും തമ്മിൽ അല്ലേ. പണ്ട് മുതൽ ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ സ്റ്റോക്ക് ഞാൻ കളഞ്ഞില്ല, അതുകൂടെ ഞാൻ ചാറ് കറിയാക്കി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് താളിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് കാണാം. താങ്ക്